നമസ്കാരം. ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ ആശുപത്രി കെട്ടിടത്തിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവമുണ്ടായത്. ബാഗ്പത്ത് ജില്ലയിലെ ബറൌത്ത് പട്ടണത്തിലെ ആസ്ഥ ആശുപത്രിയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ആശുപത്രിയിലെ മുകളിലത്തെ നിലയിലെ ടെറസിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ തോതിൽ തീയും പുകയും പ്രദേശത്ത് ഉണ്ടായി. തീ ആളിപ്പടർന്നതോടെ വലിയ അങ്കലാപ്പാണ് സ്ഥലത്തുണ്ടായത്. 12 രോഗികളെ ഉടൻ രക്ഷിച്ച് പുറത്തെത്തിച്ചു. ഇതിൽ കുട്ടികളുമുണ്ടെന്നാണ് വിവരം. അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തി. നിലവിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് റിപ്പോർട്ടുണ്ട്. 4ഓളം യൂണിറ്റ് അഗ്നിരക്ഷാ വാഹനങ്ങളെത്തി തീ കെടുത്തിയതായും 12 പേരെ രക്ഷിച്ചതായും ചീഫ് ഫയർ ഓഫീസർ പറഞ്ഞു. ഡൽഹിയിൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി 7 കുഞ്ഞുങ്ങൾ മരിച്ച അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് രാജ്യത്ത് മറ്റൊരു ആശുപത്രിയിൽ അഗ്നിബാധ ഉണ്ടായത്. കിഴക്കൻ ഡൽഹിയിലെ വിവേക് നഗറിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ ആശുപത്രിയിൽ നിരവധി നിയമലംഘനങ്ങൾ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ആശുപത്രിക്ക് നൽകിയിരുന്ന ലൈസൻസ് മാർച്ച് 31 അവസാനിച്ചിരുന്നു. ഇതിനുശേഷം അനുമതിയില്ലാതെയാണ് ആശുപത്രി പ്രവർത്തിച്ചു വന്നത് എന്ന് പോലീസ് പറഞ്ഞു. വെറും 5 ബെഡുകൾക്കാണ് അനുമതി നൽകിയിരുന്നെങ്കിലും അപകട സമയത്ത് ഇവിടെ 12ഓളം നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നതായി DCP ഷഹദാര സുരേന്ദ്ര ചൗധരി വ്യക്തമാക്കി. പിഞ്ചുകുഞ്ഞുങ്ങളെ ചികിത്സിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പല ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നില്ല. BAMS ഡിഗ്രിയാണ് ഇവർക്കുണ്ടായിരുന്നത്. ആശുപത്രിയിൽ ഒരിടത്തും അഗ്നിരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നില്ല. മാത്രമല്ല, ഗാർഹിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ആശുപത്രിയാക്കി മാറ്റിയത് എന്നും ആക്ഷേപമുണ്ട്. ഡൽഹി നഴ്സിംഗ് ഹോം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തല്ല ആശുപത്രി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ മുന്നിൽ കണ്ട് ആശുപത്രി ഡയറക്ടർ നവീൻ കിച്ചിയെ അറസ്റ്റ് ചെയ്യുകയാണെന്നും അപകട സമയത്ത് ജോലിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറെയും അറസ്റ്റ് ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. ഡോക്ടർ നവീൻ കിച്ചിക്ക് ഇത്തരത്തിൽ ഡൽഹിയിൽ 3 സ്ഥാപനങ്ങൾ കൂടിയുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി. കിഴക്കൻ ഡൽഹിയിൽ ശനിയാഴ്ച രാത്രിയിൽ തീപിടുത്തമുണ്ടായ ആശുപത്രിയിൽ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ലൈസൻസ് ഇല്ല, അതിനുശേഷം അനുമതിയില്ലാതെ പ്രവർത്തിച്ചു, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ബെഡുകൾ കൂടുതലായിരുന്നു, 5 ബെഡുകൾക്ക് അനുമതിയുണ്ടായിരുന്നു, 12 നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത പല ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആശുപത്രികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഡൽഹിയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും ഉള്ളതായുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണവും മറ്റ് സംഭവങ്ങളുമൊക്കെ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി കെട്ടിടത്തിന് തീപിടിച്ചപ്പോൾ ഷഹീദ് സേവാദൾ സന്നദ്ധ സേനാംഗങ്ങളും നാട്ടുകാരുമാണ് ഡൽഹിയിൽ ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പിന്നാലെയാണ് അഗ്നിശമന സേന എത്തിയത്. 2ാം നിലയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നത് എന്നാണ് ആദ്യ വിവരം പുറത്തുവന്നത്. എന്നാൽ ജനറേറ്ററാണ് പൊട്ടിത്തെറിച്ചത് എന്നായിരുന്നു സൂചനകൾ. വൈകാതെ തീ 1ാം നിലയിലേക്ക് പടർന്നു. അവിടെയാണ് കുഞ്ഞുങ്ങളെ പരിചരിച്ചിരുന്നത്. കുട്ടികളുടെ വാർഡിലെല്ലാം പുക നിറഞ്ഞു. സ്റ്റെപ്പുകളുടെ മുൻഭാഗത്ത് തീ പടർന്നതിനാൽ ഉള്ളിൽ കടക്കാനായില്ല. രക്ഷാപ്രവർത്തകർ പിന്നിലെ മതിൽ ചാടി ജനൽ വഴി കയറി ആണ് 12 കുട്ടികളെ പുറത്തെടുത്തത്. ശ്വാസം മുട്ടിയാണ് കുട്ടികൾ മരിച്ചത്. തീപിടിച്ച ഉടൻ ആശുപത്രി ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനാൽ കുട്ടികളുടെ എണ്ണവും എമർജൻസി വാതിലുകളും മറ്റും അറിയാൻ കഴിഞ്ഞില്ല. 11:30യോടെയാണ് ഫയർഫോഴ്സിൽ വിവരം ലഭിച്ചത്. 16 യൂണിറ്റുകൾ എത്തി. ഇടുങ്ങിയ വഴികളും താണുകിടന്ന വൈദ്യുതി ലൈനുകളും വെള്ളത്തിൻ്റെ അഭാവവുമൊക്കെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയും ചെയ്തു. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഈ സമയം സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് ദൂരത്തേക്ക് വീഴുന്നതും കാണാമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു.